സഹകരണത്തിലൂടെ അഭിവൃദ്ധി എന്ന മുദ്രാവാക്യമുയർത്തുന്ന ദേശീയ സഹകരണ നയം ഇന്ന് കേന്ദ്രമന്ത്രി അമിത്ഷാ പ്രഖ്യാപിക്കും. സഹകരണ പ്രസ്ഥാനങ്ങൾക്ക് വലിയ വഴിത്തിരിവാകും വിധം മേഖലയെ പുനരുജ്ജീവിപ്പിക്കാനും ആധുനികവൽക്കരിക്കാനും ലക്ഷ്യമിട്ടാണ് ദേശീയ സഹകരണ നയം രൂപീകരിച്ചത്. ഗ്രാമീണ മേഖലയിൽ വലിയ തോതിൽ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കാനും ദേശീയ സഹകരണ നയം ലക്ഷ്യം വെക്കുന്നു. മുൻ കേന്ദ്രമന്ത്രി സുരേഷ് പ്രഭാകർ പ്രഭുവിന്റെ നേതൃത്വത്തിൽ 48-അംഗ ദേശീയതല സമിതിയാണ് പുതിയ ദേശീയ സഹകരണ നയം തയ്യാറാക്കിയത്. സഹകരണ മേഖലയ്ക്ക് ഒറ്റ നയം കർശനമാക്കി നടപ്പാക്കുന്ന തരത്തിലാകും പുതിയ നയം. 2025 മുതൽ 2045 വരെ അടുത്ത 20 വർഷത്തേക്കുള്ള സഹകരണ നയം സൃഷ്ടിച്ചെടുക്കുകയാണ് BJP സർക്കാരിന്റെ ലക്ഷ്യം. സഹകരണത്തിലൂടെ അഭിവൃദ്ധി എന്ന മുദ്രാവാക്യം ഉയർത്തുന്ന ദേശീയ സഹകരണ നയം മേഖലയെ പുനരുജ്ജീവിപ്പിക്കുവാനും ആധുനികവൽക്കരണവും ലക്ഷ്യമിടുന്നു. 2002-ലാണ് ദേശീയ സഹകരണ നയം കേന്ദ്രം ആദ്യമായി പുറത്തിറക്കിയത്. കഴിഞ്ഞ 23 വർഷത്തിനിടയിൽ ഉണ്ടായ പരിവർത്തനങ്ങൾക്കൊപ്പം മുന്നേറാൻ സഹകരണ മേഖലയ്ക്ക് സാധിച്ചിട്ടില്ല. അതിനാൽ തന്നെ നിലവിലെ ആഗോള സാമ്പത്തിക സാഹചര്യങ്ങൾക്ക് അനുസൃതമാകുന്ന രീതിയിലാകും പുതിയ സാമ്പത്തിക നയം. ഏകീകൃത സോഫ്റ്റ്വെയർ, ഏകീകൃത നിയമാവലി അടക്കം നയത്തിൽ ഉൾപ്പെടുത്തി സഹകരണ മേഖലയെ ആധുനികവൽക്കരിക്കുക വഴി മികച്ച ഫലം സർക്കാർ ലക്ഷ്യമിടുന്നു. പുതിയ സഹകരണ നയത്തിലൂടെ ഗ്രാമീണ മേഖലയിൽ വലിയ തോതിൽ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുവാനും 2047-ൽ വികസിത ഭാരതം എന്ന യാത്രയിൽ സഹകരണ നയം മുതൽക്കൂട്ടാകുമെന്നും BJP സർക്കാർ വിലയിരുത്തുന്നു. ജനം, ഡൽഹി.